ഇരുണ്ട അവ്യക്തത നിറഞ്ഞ ചിത്രരേഖകൾ. ഒരു മനുഷ്യായുസിന്റെ സുഖവും ദുഃഖവും ആശകളും നൊമ്പരങ്ങളും നിഴലുകളിൽ ഭദ്രമാണ്. അവർക്ക് ചൊല്ലാൻ പായാരങ്ങളുണ്ട്. പാടാൻ സംഗീതമുണ്ട്. ആടാൻ നൃത്തമുണ്ട്. എവിടെയോ ജനിച്ച് എങ്ങു നിന്നോ വന്നെത്തിയ നിഴലുകൾക്ക് നമ്മളോട് പറയാൻ ഒരുപാട് കഥകളുണ്ട്. പ്രിയപ്പെട്ട അച്ഛന് സുഖമെന്ന് കരുതുന്നു. അച്ഛനറിയാലോ ഇവിടുത്തെ തിരക്കുകൾ. കഴിഞ്ഞ ആഴ്ച ബിസിനസ് ആവശ്യത്തിനായി സിംഗപ്പൂർ വരെ പോയി. അവിടെ വെച്ച് നമ്മുടെ മാരാത്ത് കൃഷ്ണൻകുട്ടി കണ്ടു. അച്ഛന് ഓർമ്മയില്ലേ, മാധവൻ കൊച്ചേട്ടന്റെ മോൻ. അവനവിടെ ഒരു കമ്പ്യൂട്ടർ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറാ. അച്ഛനെ ചോദിച്ചു, അച്ഛൻ മരുന്നൊക്കെ കൃത്യമായി കഴിക്കണല്ലേ? ഞാനിന്ന് രാവിലെ പിഷാരി ഡോക്ടറോട് ഇന്റർനെറ്റിൽ സംസാരിച്ചിരുന്നു. അടുത്ത ആഴ്ച ലണ്ടനിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. കിത്തൂനും മിട്ടൂനും പരീക്ഷയായോണ്ട് ലേഖ വന്നില്ല. കുഞ്ഞമ്മാമ്മ വരാറുണ്ട് അച്ഛാ? സ്ഥിരം പറയുന്ന ഒഴിവഴികൾ ഞാൻ പറയുന്നില്ല അച്ഛാ. അച്ഛന് മനസ്സിലാവുമല്ലോ എന്റെ തിരക്കുകൾ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. സ്നേഹത്തോടെ അച്ഛന്റെ ഭാഗം. चौदहवीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चौदहवीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चौदहवीं का चांद हो। എന്താ ബാല, നിനക്കെന്നോടെന്തോ പറയാനുണ്ടല്ലോ? അച്ഛാ, ഞങ്ങള് അടുത്ത ആഴ്ച തിരിച്ച് അമേരിക്കയിൽ പോവുക. എടാ, കുട്ടികളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. അവരെ കളിയും ചെടി മനസ്സൊന്ന് പോണില്ല. അച്ഛന്റെ ആരോഗ്യസ്ഥിതി തീരെ മോശ. എത്രയാന്ന് വെച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോയാ നാട്ടുകാരെന്താ പറയാ? ഒരു ഹോം നേഴ്സിനെ മറ്റോ വെക്കാന്ന് വെച്ചാ അച്ഛനോട് സമ്മതിക്കേയില്ല. അച്ഛൻ ഒറ്റയ്ക്കല്ല, നിന്റെ അമ്മ എന്നും ഇവിടെ വരാറുണ്ട്. ഞങ്ങളൊന്നിച്ച് കഥകൾ പറയും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. പിന്നെ എങ്ങനെയാടാ ഞാൻ ഒറ്റയ്ക്കാവുക? ഇതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ. പിന്നെ അമേരിക്കയിലെ ബിസിനസ് ഒക്കെ ഡള്ള. സാമ്പത്തിക മാന്യാണല്ലോ.
ഇപ്പൊ ഇത്തിരി ഫണ്ട് റേസ് ചെയ്തില്ലെങ്കിൽ നാളെ എന്റെ കാര്യം കഷ്ടത്തിലാവും. വീടും പറമ്പ് നോക്കാൻ സിറിക് സാർ നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് നാളെ വരും. നീ അച്ഛനായിട്ട് ഉടക്കൊന്നും പറയായിരുന്നാ മതി. ബാലന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വൺ മിസ്റ്റർ പിഷാരടി, ഡോക്ടറാണ്. അദ്ദേഹം നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് നിലയുടെ തീരത്ത്, നെസ് അല്ലേ? അച്ഛൻ അവിടെ ഒരു കുറവുണ്ടാവില്ല. ഇനി വയ്യ മോനെ. മോൻ ഒറ്റക്ക് പോയി കളിക്ക മോനെ. ചോക്കട്ടോ, നിന്നോട് പറഞ്ഞിട്ടില്ല അപ്പാപ്പനെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. മോളെ അവൻ കുഞ്ഞല്ലോ. എത്ര തവണ പറഞ്ഞാലോ പോൻ കേക്ക്. അപ്പുറത്ത് എങ്ങനെ പോയി കളിച്ചേ, അപ്പുറത്ത് എങ്ങനെ പോയി കളിക്കേ. മോളെ ദേ അവൻ വരുന്നു. എന്ത് പറ്റി ചായ? ഒന്നും പറയണ്ടടി, ഇന്നും സമരമായിരുന്നു. ഇത്തവണ ട്രേഡ് യൂണിയൻകാരുടെ വകയായിരുന്നു. പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്ന ഓരോ സമരങ്ങളെ. സാരമില്ല ചായ, നമുക്ക് വല്ല വഴിയും കാണാം. തൽക്കാലം അപ്പുറത്ത് ചെന്ന് കുളിക്കേ, വെള്ളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പന് മരുന്ന് കൊടുത്തായിരുന്നോടി? കൊടുത്തു ചായ. അമ്മേ നിൽക്കും. മോനാണിത് ഇപ്പം തരാം. അപ്പുറത്ത് പാപ്പനടുത്ത് പോയി കളിച്ചേ കുറച്ചു നേരം. അപ്പുറത്ത് കുറച്ചു നേരമേ കളിച്ചേ. മോളെ കഞ്ഞി വേറില്ലേ? ഞങ്ങൾക്കിത് മാറ്റി വെച്ചിട്ടുണ്ടപ്പാ, അപ്പം കുടിച്ചോളൂ. റോസമ്മോ, എന്നതിനടി ജോബൂട്ടം കരഞ്ഞേ? ഇന്ന് അവനൊന്നും കൊടുക്കാൻ പറ്റില്ല ചായ, കഞ്ഞി തികഞ്ഞില്ല. അപ്പനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പാവം കരഞ്ഞു ഉറങ്ങിപ്പോയി.
യവന്മാരുടെ ഒരു നശിച്ച സമരം. അന്നത്തിനുള്ള വക പോലും ഇല്ലാണ്ടാക്കി. കൊച്ചിനൊന്നും കൊടുക്കാനും പറ്റിയില്ല. സാരമില്ല ചായ, നമുക്കുള്ള ദൈവം തരും. ഇച്ചൻ സമാധാനമായി കിടന്നുറങ്ങും. എങ്ങനെയാ സമാധാനപ്പെടുന്നത്? എടിയേ, അപ്പന്റെ മരുന്ന് തീർന്നെന്നാ തോന്നുന്നേ. അത് വാങ്ങിക്കുന്ന കാര്യം രാവിലെ നീ എന്നെ ഓർമ്മിപ്പിച്ചേക്കണേ. അവറാച്ച മുതലാളിയുടെ അടുത്ത് നിന്ന് കടം മേടിച്ചേക്കണം. ശരി ചായ. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ? പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ? എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻതുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ കാത്തുവച്ച മാധുര്യവും മാറാപ്പിലുണ്ടെൻ്റെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു. മാറാപ്പിലുണ്ടെൻ്റെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു. ഒടുവിലൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടുചന്ദനത്തുണ്ടുവിറകും. ഒടുവിലൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടുചന്ദനത്തുണ്ടുവിറകും. തുടുചന്ദനത്തുണ്ടുവിറകും അന്ത്യമായി കൺചിമ്മും അഗ്നിക്കു നൽകി ഞാൻ ഒന്നതിൻ ചൂടേറ്റുവാങ്ങി. പാടുന്നു നീണ്ടൊരു യാത്രയിൽ തളരുമെൻ പാഥേയമാകുമൊരു ഗാനം. പാഥേയമാകുമൊരു ഗാനം. പാഥേയമാകുമൊരു ഗാനം. വേർപിരിയുവാൻ മാത്രമൊന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. കരളിലെഴുമീണങ്ങൾ ചുണ്ടുനുണയുന്നു. കവിതയുടെ ലഹരി നുകരുന്നു. കൊച്ചു സുഖദുഃഖമഞ്ചാടി മണികൾ ചേർത്തുവച്ചു പുല്ലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, നമ്മളും പിരിയുന്നു യാത്ര തുടരുന്നു. പിരിയുന്നു യാത്ര തുടരുന്നു. പ്രതീക്ഷയുടെ കുന്നിക്കുരുകൾ സൂക്ഷിച്ചു വെച്ച് മൗനം ശ്രുതിയായി, നൊമ്പരം രാഗമായും ശോകം ഭാവമായും ചേർത്തുവെച്ച് നിഴലുകൾ പാടുന്നു, നൃത്തമാണ്. നിഴൽ പരപ്പുകളിലെ നിഴലുകൾക്ക് പറയാൻ ഇനിയും ഒരുപാട് കഥകളുണ്ട്. നമ്മൾ കാണാത്ത കേൾക്കാത്ത 1000 കഥ.